പ്രധാനമായി 3 കാര്യങ്ങളാണ്. ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ടൊട്ട് സാധിക്കുന്നില്ല. അവർ ചിലപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള മനസ്സും മനഃശാസ്ത്രവും എന്ന പങ്ക്തിയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ എങ്ങനെയാണ് വിഷാദ രോഗം ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. സാധാരണ മനുഷ്യരൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, ഒരു മൂഡില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ വിഷാദഭാവമുണ്ട്, വിഷാദ രോഗമുണ്ട്. വിഷാദഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. 2 ആഴ്ചയിലധികം നിലനിൽക്കുന്ന വിഷാദ രോഗത്തിൻ്റെ ക്ലാസിക്കലായ ലക്ഷണങ്ങളോട് കൂടിയ അവസ്ഥയെയാണ് വിഷാദ രോഗം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ്. ഒരു ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എൻ്റെ ജീവിതം ഒരു പരാജയമായി. അത് മനഃശാസ്ത്രപരമായി നമ്മൾ അപഗ്രഥിക്കുമ്പോൾ 3 തലത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ ബുദ്ധിപരമായ അവസ്ഥയിൽ കൊഗ്നിറ്റീവ് തലത്തിൽ നമുക്ക് ഉണ്ടാകുന്ന കുറവുകൾ, അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി. നമുക്ക് പണ്ടത്തെ പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എല്ലാം ഒരു ഭാരമായിട്ട് തോന്നുന്നു, പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടൊന്നും സാധിക്കുന്നില്ല. പിന്നെ അതൊരു മോട്ടിവേഷണൽ തലത്തിലേക്ക് കടക്കുന്നുണ്ട്. ജീവിതത്തോട് പൊരുതാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ ഒരു ലക്ഷ്യബോധം പലപ്പോഴും നമുക്ക് ഇല്ലാതെയായി പോകുന്നു. അത് ഒരു വെജിറ്റേറ്റീവ് തലത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കത്തെയൊക്കെ അത് കാര്യമായിട്ട് ബാധിക്കുന്നു. ഉറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് പലപ്പോഴും സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ഇൻസോമിനിയ എന്ന് നമ്മളതിനെ പറയും. ചില കേസുകളിൽ ഭയങ്കരമായ ഉറക്കം ചില കേസുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അത് ആ വ്യക്തിയുടെ ജീവിതത്തെ ആകെ താറുമാറാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം അതുവരെയുള്ള അവസ്ഥയിൽ നിന്ന് താനാകെ മാറിപ്പോയിരിക്കുന്നു. ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ടൊട്ട് സാധിക്കുന്നില്ല. നമ്മളതിനെ പറയും ഇന്നബിലിറ്റി ടു എക്സ്പീരിയൻസ് ദ പ്ലഷർ. ഇനി നമ്മളതിൻ്റെ ആ മുഖ്യ ലക്ഷണങ്ങളിലൂടെ ഒന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ വിഷാദ രോഗത്തിൽ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ സ്റ്റേജസ് ആണ്. അത് പലപ്പോഴും നമുക്കൊന്ന് തരംതിരിച്ചിരിക്കുന്നു, മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു മൈൽഡ് സ്റ്റേജിലുണ്ട്. മൈൽഡ് സ്റ്റേജിൽ ഈ വിഷാദ രോഗം ആരംഭിക്കുമ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഒരു ചെറിയ രീതിയിലാണ് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുക. ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ ഉണ്ടാകും, എന്നാലും ഉറക്കത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഗിൽറ്റി ഫീലിംഗ്, എൻ്റെ ജീവിതം പരാജയപ്പെട്ട പോലെ. അതുപോലെ ദമ്പതികൾക്കിടയിലാണെങ്കിൽ അവരുടെ ദാമ്പത്യ സ്നേഹം അവർ പങ്കുവെക്കുന്നില്ല, അങ്ങനെയൊക്കെ അത് മാറിപ്പോകാം. രണ്ടാമതൊരു മോഡറേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ചിലവരിൽ അത് വീണ്ടും ക്വാളിറ്റി ഓഫ് ലൈഫിനെ വീണ്ടും ഗുരുതരമായ രീതിയിൽ ബാധിക്കുകയും ചിലവരിൽ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, ജീവിച്ചിട്ട് എന്താണ് കാര്യം, എൻ്റെ ജീവിതത്തിനൊരു അർത്ഥമില്ല, ജീവിതം മുഴുവൻ പരാജയമായി, അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് ആ വ്യക്തി കടന്നു പോവുകയാണ്. വീണ്ടും അതൊരു മോഡറേറ്റും നിന്ന് ഒരു സിവിയർ ലെവലിലേക്ക് പോകുമ്പോൾ ചിലവരിൽ വീണ്ടും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരിയേറെ പകുതിയിൽ നിന്ന് താഴേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവർ ചിലപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള, നമ്മളതിനെ പറയുക ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡെത്ത് വിഷസ് എന്ന് പറയും, മരിച്ചു കളയുക, ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ആ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ചില സൂയിസൈഡൽ ടെൻഡൻസി പോലും അവർ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണിത് വരുന്നത് വിഷാദ രോഗം? അതിന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ബയോളജിക്കൽ കാരണമുണ്ട്, ഒരു സൈക്കോളജിക്കൽ കാരണമുണ്ട്, ഒരു സോഷ്യോ കൾച്ചറൽ കാരണമുണ്ട്. ബയോളജിക്കൽ കാരണം നമുക്ക് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ഒരു ഇലക്ട്രിക് കെമിക്കൽ ഇംബാലൻസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അത് പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. അത് പ്രധാനമായിട്ട് സെറാട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ഗ്ലൂട്ടാമേറ്റ്, ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ. ഹോർമോണൽ ചേഞ്ചസ് പോലും നമുക്ക് വിഷാദ രോഗം ക്രിയേറ്റ് ചെയ്യാം. ബ്രെയിനിൻ്റെ ഇൻഫ്ലമേഷൻ പോലും ബ്രെയിനിലുള്ളത് നമുക്ക് ഈ വിഷാദ രോഗം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ സൈക്കോളജിക്കൽ കാരണങ്ങൾ എന്താണ് പ്രധാനമായിട്ട്? സൈക്കോളജി നമ്മുടെ മനസ്സിന് ഏൽക്കുന്ന ആഘാതങ്ങൾ. നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി പറയാറുണ്ട്,
ട്രോമ, ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക, വലിയൊരു സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുക, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെത്ത് അനുഭവിക്കുക, മാനഹാനി അനുഭവിക്കുക, നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊല്ലുക്കുന്ന സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് പലപ്പോഴും ഒരു വിഷാദ രോഗത്തിലേക്ക്, ഒരു സൈക്കോളജിയിൽ കാരണമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടാം. ഇതിനെ പലപ്പോഴും ഒരു റിയാക്റ്റീവ് ഡിപ്രഷൻ എന്നുകൂടെ നമ്മൾ പലപ്പോഴും ഇതിനെ പറയും. മൂന്നാമത്തത് അതിൻ്റെ ഒരു സോഷ്യൽ പ്രഷറാണ്. നമ്മൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന സോഷ്യലായിട്ടുള്ളൊരു പ്രഷർ. നമ്മൾ കൂട്ടാത്മഹത്യകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജപ്തി നോട്ടീസൊക്കെ വന്നു, അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിച്ച് അത് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു വലിയൊരു ഡിപ്രഷൻ്റെ ഒരു അവസ്ഥ ആ കുടുംബത്തിൽ എല്ലാവർക്കും അത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് വളരെയാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും ഒരു വ്യക്തിയെ വിഷാദ രോഗത്തിന് കൊണ്ടുപോകുന്നതും കാരണമാകുന്നതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ വിഷാദ രോഗത്തെപ്പറ്റി ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതും, അതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും, അതിൻ്റെ മുഖ്യമായ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും, ഈ ലക്ഷണങ്ങൾ നമ്മൾ ഉണ്ട് എന്ന് ഒരു വ്യക്തിക്ക് തോന്നിയാൽ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടതും ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് വളരെയധികം ആവശ്യപ്പെടുന്ന ഒന്നാണ്. എങ്കിൽ നമുക്ക് ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള മണ്ഡലം എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലും അതുപോലെ നാഷണൽ ക്രൈം ബ്യൂറോയുടെ റെക്കോർഡ് പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ ഒത്തിരിയേറെ ആത്മഹത്യകൾ നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം, സാക്ഷരതയുള്ള കേരളം ഇവിടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പൊതുജനത്തിന്, ഓരോ വ്യക്തികൾക്കും മാനസിക ആരോഗ്യ ബോധവൽക്കരണം ഈ കാലഘട്ടത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തിരുസഭയ്ക്കും അതുപോലെ മറ്റുള്ള സംഘടനകൾക്കും അതുപോലെ ഗവൺമെൻറ്റിനും ഇവിടെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്.